വിനിഷ ഇപ്പോൾ സ്വരാജ് ഗ്രൗണ്ടിലാണുള്ളത്. അവിടുത്തെ ദൃശ്യങ്ങളാണ് ഞങ്ങൾ തത്സമയം കാണുന്നത്. അവിടെയാണല്ലോ ഈ ആവേശത്തിന്റെ കൊടുമുടി എന്ന് പറയുന്നത്, അല്ലേ? അതിന്റെ ആകാശ ദൃശ്യങ്ങളും കാണാം സ്വരാജ് ഗ്രൗണ്ടിന്റെ. കുട്ടിക്കലാശത്തിന് സാക്ഷ്യം വഹിക്കുന്ന റൗണ്ടാണ് സ്വരാജ് റൗണ്ട് എന്ന് പറയുന്നത്. തക്കത്ത് പുസ്തകത്തിൽ പുലികൾ പൊട്ടിക്കേറി അതിന്റെ ആവേശ കൊടുമുടിയിലേക്ക് നടന്നിറങ്ങുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ശങ്കരകുളങ്കര ദേശത്തിന്റെ പുലികളി സംഘത്തിന്റെ പുലികളിയാണ്. ഇവിടെ നടുവിനായി ഗണപതി ക്ഷേത്രമുണ്ട്. ആ ഗണപതിക്ക് തേങ്ങയടിച്ചുകൊണ്ടാണ് സ്വരാജ് റൗണ്ടിലൂടെ ഓരോ പുലികളി സംഘവും പുലികളിയുടെ ആവേശത്തോടെ ഇങ്ങനെ മത്സരിച്ച് പൊട്ടിക്കയറുന്നത്. ആ കടുത്ത താളത്തിനൊപ്പം ചെണ്ടപ്പുറത്ത് തോലി വീഴുന്ന കടുത്ത താളത്തിനൊപ്പം മലവിളി വിളിച്ച് അലറി വിളിച്ചിരുന്ന പുലികൾ. ആ പുലികളുടെ ഓരോരോ സ്റ്റെപ്പിലും നേരത്തെ അധികാരി ആളുകളോട് ചോദിച്ചത് കേട്ടു, പുലി ആയാൽ മതിയല്ലേ, അത് ഏത് രീതിയിലായാലും അതിന്റെ പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊക്കെ പിന്നെ അല്ലേ? മാനദണ്ഡങ്ങൾ തീർച്ചയായും ഉണ്ട്. ഓരോ പുലിയും നമ്മൾക്ക് കാണുമ്പോൾ തോന്നും അത് പുലിയാണ്, അല്ലെങ്കിൽ എല്ലാം ഒരുപോലെയാണ്. പക്ഷേ ഒരേ ടീമിൽ 51 പുലികളാണ് ഉള്ളതെങ്കിൽ ആ 51 പുലികളും വ്യത്യസ്തരാണ്. അത്തരത്തിൽ 459 പുലികളാണ് ഇന്ന് സ്വരാജ് റൗണ്ടിനെ വലം വയ്ക്കാൻ ഒരുങ്ങിയിട്ടുള്ളത്. ആ 459 പുലികൾക്കും 459 ഭാവമാണ്. അത് തന്നെയാണ് അതിലെ മാനദണ്ഡം എന്ന് പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ വയറുള്ള പുലിയെ വേട്ടയാടി പിടിക്കുക, ആ പുലിയുടെ രൗദ്രഭാവം ആ ശരീരത്തിൽ ആവാഹിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു അജ്ഞത സങ്കല്പം എന്ന് പറയുന്നത്. പുലികളിയുടെ വേട്ടയാടാനാണ് ഈ പുലികളിയോട് ഉദ്ദേശിക്കുന്നത്. ആ വേട്ടയാടാൻ വരുന്ന വേട്ടക്കാരന് പിടികൊടുക്കാതെ കുതറി മാറുന്ന പുലിയുടെ ഭാവങ്ങളാണ് ഈ ശരീരത്തിൽ തേച്ചുവെച്ച കായങ്ങളിലൂടെ, ശരീരത്തിൽ ആവാഹിച്ച സമയങ്ങളിലൂടെ, ആ ശരീരത്തിന്റെ ചലനങ്ങളിലൂടെ കാണിക്കേണ്ടത്. അതാണ് മത്സരത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത്, മത്സരത്തിന്റെ രീതി നിർണ്ണയിക്കുന്നത്. ആര് കത്തുകൊണ്ടുപോകും, ആരോ മത്സരത്തേക്ക് എത്തും എന്നത് നിർണ്ണയിക്കുന്നത് ഇവരുടെ ശരീരത്തിന്റെ ഈ ചലനമാണ്. ആ ശരീരത്തിന്റെ ചലനം എന്ന് പറയുന്നത് ശരീരത്തിൽ വരച്ച പുലിയുടെ കണ്ണുകൾ ദൗർഢ്യമാവും. അത് ശരീരത്തിലെ ചലനത്തിലൂടെയാണ് നമുക്ക് തോന്നേണ്ടത്. വയറിന്റെ ഭാഗത്ത് സ്പെഷ്യൽ ഭാഗത്ത് പുലിയുടെ വായ തുറന്നു വെച്ചിട്ടുള്ള പുലിയെ നമുക്ക് പല ഭാഗത്തിൽ കാണാം. പകുതിവായ തുറന്നു വെച്ച പുലികൾ, വായ നന്നായി തുറന്നു വെച്ച പുലികൾ, ചെറുതായി വായ തുറന്നു വെച്ച പുലികൾ. അപ്പോൾ ഈ വയറിന്റെ വലുപ്പത്തിനനുസരിച്ചാണ് പുലിയുടെ മുഖവും വായയും ഒരാളുടെ ശരീരത്തിൽ വരച്ചു നടത്തുന്നതാണ്. ആ ശരീരം കുലുക്കിക്കൊണ്ട് ഈ അരമണിയുടെ താമസത്തിനൊപ്പം ചെണ്ടയുടെ താമസത്തിനൊപ്പം കുലുക്കിക്കൊണ്ട് നടക്കുമ്പോഴാണ് ആ ഭാവം കൂടുതൽ വേട്ടയാടി പിടിക്കാൻ വരുന്ന വേട്ടക്കാരന്റെ മുന്നിൽ പെട്ടുപോയ പുലി, ആ വേട്ടക്കാരന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കുടിക്കുന്ന ആ പുലി ഒഴുക്കു ഓടാൻ, അതായത് വേട്ടക്കാരന്റെ മുന്നിൽ പിടി കൊടുക്കാതെ വേട്ടക്കാരനെ വെട്ടിച്ചിടക്കാൻ ശ്രമിക്കുന്ന പുലിയുടെ ഭാവങ്ങളൊക്കെ കൊണ്ടുവരേണ്ടത് ഈ ശരീരത്തിന്റെ ചലനത്തിലൂടെയാണ്. ആ ശരീരത്തിന്റെ ചലനം ഓരോ ചെണ്ടതാളത്തിനൊപ്പം ചെണ്ടപ്പുറത്ത് ഒറ്റത്താളത്തിൽ, ഇരട്ടത്താളത്തിൽ, ഇരട്ട എന്നൊക്കെ പറയും ഇവിടെ പുലികളിയുടെ ഭാഷയാണ്. ഒറ്റത്താളത്തിൽ തുള്ളുന്നവരില്ല, ഇരട്ടത്താളത്തിൽ തുള്ളുന്നവരില്ല. ഒറ്റ മുറുകി കൊട്ടി കയറി അതിന്റെ ആവേശത്തിലേക്ക് എത്തുമ്പോഴാണ് അത് ഇരട്ടത്താളത്തിലേക്ക് ആ ചുവട് മാറ്റുന്നത്. അരമണിക്കൊപ്പം കിലുക്കി വയറ് കുലുക്കി ആളുകളെ പേടിപ്പിച്ച് ആളുകളുടെ നടിയിലൂടെ. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം വിനീഷ. സ്വരാജ് ഗ്രൗണ്ടിലെ ആകാശ ദൃശ്യങ്ങളടക്കം ഞങ്ങൾ കാണുന്നുണ്ട്.